ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ന്യൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാൻ ജീരകക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ജീരകക്കഞ്ഞി എന്ന് പറയുന്നത് മുസ്ലിംസ് നോമ്പ് പിടിക്കുമ്പോൾ അത്താഴത്തിന് ഉപയോഗിക്കുന്നൊരു കഞ്ഞിയാണ്. ഇത് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള കഞ്ഞിയാണ്. ഇത് പല നാടുകളിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കൊച്ചിയിലെ ജീരകക്കഞ്ഞി എന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്നോടെ ക്ലിക്ക് ചെയ്യണം. ഇനി ജീരകക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്, വെള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ പച്ചരി ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് പച്ചരിക്ക് 6 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കഞ്ഞി കുറച്ച് ലിക്വിഡ് ഫോമിൽ വേണം ഉണ്ടാകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഇതിൽ കുറച്ച് അധികം തന്നെ വേണ്ടി വരും. അപ്പോൾ ആദ്യമേ നമുക്ക് 6 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമനുസരിച്ച് വെള്ളം നമുക്ക് പിന്നീടാണെങ്കിലും ചേർക്കാവുന്നതാണ്. ഇത് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കഞ്ഞിയാണ്. ദഹനത്തിനാണെങ്കിലും ഒരുപാട് നല്ലതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ആശാളി ചേർത്ത് കൊടുക്കാം. ആശാളി ഇംഗ്ലീഷിൽ ക്രസ് സീഡ്സ് എന്ന് പറയും. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ചിലപ്പോൾ ഈ ആശാളിയിലൊക്കെ മണ്ണുണ്ടാവും, അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് അതും കൂടെ നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. ഈ അരിയൊക്കെ ഒന്ന് വേകുന്ന പാകത്തിന് വേണം എടുക്കാനായിട്ട്. ഒരു 3 വിസിൽ വരെയെങ്കിലും കുക്കറിൽ വേവിച്ചെടുക്കണം. പിന്നെ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നൊരു കഞ്ഞിയാണ്. അപ്പോൾ ആ സമയത്തിന് കുക്കറിൽ അരി വേകുന്ന സമയത്തിന് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മുടെ പ്രധാന ഐറ്റമായ ജീരകം, ചെറിയ ജീരകമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ജീരകമാണ് വേണ്ടത്. 1.5 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പാകത്തിന് അരഞ്ഞ് കിട്ടണം. ഇപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ചിട്ടുള്ള പച്ചരിയൊക്കെ തയ്യാറായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെള്ളം നന്നായിട്ട് കുറുകിയിരിക്കും. അപ്പോൾ വെള്ളം നമുക്ക് അധികം തന്നെ ഇതിൽ ഒഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ലിക്വിഡ് ഫോമിൽ ഇത് വേണം അനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഞാനിവിടെ ഒരു 3 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇളക്കുമ്പോഴും അടി കൂട്ടി നന്നായിട്ട് ഇളക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് കഞ്ഞിയൊന്ന് നന്നായിട്ട് തിളച്ച് കിട്ടണം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇത്രയും വെള്ളമൊക്കെ ചേർക്കുമ്പോൾ തന്നെ ഉപ്പ് കുറച്ചുകൂടെ എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. വെള്ളത്തിൻ്റെ അളവും അതുപോലെ തന്നെ എത്രത്തോളം ലിക്വിഡ് ഫോമിൽ നിങ്ങൾക്ക് ഈ കഞ്ഞി വേണം അതനുസരിച്ച് വെള്ളം ചേർക്കാം. ഈ ഒരു പാകത്തിന് ചേർക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇത് ഒന്ന് തിളച്ച് ചൂടാറി വരുമ്പോൾ വീണ്ടും ഒന്നും കൂടെ കുറുകി വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ കഞ്ഞി നന്നായിട്ടൊന്ന് തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ഇടയ്ക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ കൊച്ചിക്കാർ ജീരകക്കഞ്ഞി ഉണ്ടാക്കുന്നത്. പല സ്ഥലങ്ങളിലും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ വെളുത്തുള്ളി ചേർക്കാറില്ല. അപ്പോൾ ജീരകക്കഞ്ഞി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു പാകത്തിന് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു കഞ്ഞിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.